ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെയും സന്ദീപിന്റെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഓർത്ത്, ആതിര കാണിച്ച എടുത്തുചാട്ടത്തെക്കുറിച്ചെല്ലാം ഓർത്ത് ആകെ വേദനയോടെ ഇരിക്കുന്ന തന്റെ കുടുംബത്തിന്റെ അവസ്ഥയോർത്ത് കമലമ്മ സങ്കടപ്പെടുമ്പോൾ, ഓട്ടത്തിന് പോയിട്ട് തിരിച്ചെത്തിയ സച്ചി ഉടനെ തന്നെ അകത്തേക്ക് കയറി വന്ന് കമലമ്മയോട് ചോദിച്ചു, എന്തു പറ്റി, എന്താ അമ്മയൊക്കെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോഴൊക്കെയും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്ന അന അനഘ പറഞ്ഞു, അത് പിന്നെ ആതിരയുടെ കാര്യം ഓർത്തിട്ടാ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ആതിര ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആതിര മോളുടെ കാര്യവും ശ്രദ്ധിക്കുന്നില്ല. അമ്മുക്കുട്ടിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാനോ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ആതിര തയ്യാറാകുന്നില്ലെന്ന് അറിഞ്ഞപ്പോ അത് കേട്ട സച്ചി ചോദിച്ചു, അല്ല അവളെന്തിനാ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ വെറുപ്പ് കാട്ടിയിരിക്കുന്നത്? നമ്മളാരും ഒരു തെറ്റും ചെയ്തതല്ലോ. എടുത്തു ചാടി അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ടല്ലേ. സന്ദീപിനെ ഇനി ഒന്നും പറഞ്ഞ് തിരുത്താനാവില്ല. അവനിനി എല്ലാം മനസ്സിലാക്കി സ്വയം തിരുത്തി വന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലും നേട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടതോടെ സച്ചി അങ്ങനെ പറഞ്ഞപ്പോ കമലമ്മ പറഞ്ഞു, എന്തായാലും എൻ്റെ മക്കളുടെ എല്ലാം ജീവിതം ഈ അവസ്ഥയിലായത് കണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അവളെ ആകെ സങ്കടപ്പെട്ട് തകർന്നിരിക്കുന്ന കാണുമ്പോൾ എന്താ മോനെ ഞാൻ ചെയ്യുക എന്ന് ചോദിച്ച് അമ്മ സങ്കടപ്പെടുമ്പോൾ കമലമ്മയോട് സച്ചി പറഞ്ഞു, അമ്മ വിഷമിക്കാതെ, ഞാൻ ആതിരയോടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് സച്ചി ആതിരയെ സമാധാനപ്പെടുത്താനായി റൂമിലേക്ക് ചെല്ലുന്നു. റൂമിലേക്ക് സച്ചി പോകുമ്പോഴേക്കും കമലമ്മയുടെയും അനഘയുടെയും മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരേടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആതിരയെ സമാധാനിപ്പിക്കുമെന്ന്. അപ്പോഴായിരുന്നു ശിവയോഗിയുടെ ആശ്രമത്തിലെത്തിയ അർച്ചന ശിവയോഗിയുടെ ട്രീറ്റ്മെന്റിലേക്ക് വഴുതി മാറുന്നത്. ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ശിവയോഗി ചില കാര്യങ്ങൾ അർച്ചനയോട് പറയുന്നു. എന്തായാലും ഉപബോധ മനസ്സിൽ മറിഞ്ഞു കിടക്കുന്ന ഓർമ്മകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. മനുഷ്യ മനസ്സുകൾക്ക് ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാൽ ഇവിടെ കൃത്യമായി നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താം. പക്ഷേ ആയുർവേദപരമായിട്ടുള്ള വൈദ്യശാസ്ത്രം കൽപ്പിക്കുന്ന ചികിത്സകൾ നടക്കുമ്പോഴും ഇവിടെ മറ്റു പലരും ഈ ചികിത്സയ്ക്ക് ഫലം കാണാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഓർമ്മകൾ മടങ്ങി വരുന്നതിനെ തടയാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ എന്തായാലും ഭക്തിയും പ്രാർത്ഥനയും അതാണ് ഏതൊരു ചികിത്സയ്ക്കും പ്രധാനമായി ഉണ്ടാവേണ്ടത്. ഒരു വിശ്വാസം, ഈശ്വരനിലുള്ള നമ്മുടെ വിശ്വാസം, അതാണ് പ്രധാനം. എന്തായാലും നാളെ മുതൽ നമുക്ക് ചികിത്സ ആരംഭിക്കാം. ആദ്യം നമ്മുടെ ശരീരത്തിനെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിൽ മറന്നു കിടക്കുന്ന പുകമറ മൂടിക്കിടക്കുന്ന ആ ഓർമ്മകളെ അതിൽ നിന്ന് പൊടിതട്ടി പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിന് നമ്മുടെ ശരീരത്തിനെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കണം. അതിനുശേഷമാണ് പിന്നീടുള്ള മെന്റലി ആയിട്ടുള്ള പല ട്രീറ്റ്മെന്റ് കാര്യങ്ങളും ആരംഭിക്കുന്നത്. ഒടുവിൽ നസ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അതിനുശേഷം എല്ലാ ഓർമ്മകളിലേക്കും തിരിച്ചു പോകാൻ സാധിക്കുമെന്നും പഴയ ജീവിതം എന്തായിരുന്നുവെന്നും പഴയ കാലം എന്തായിരുന്നുവെന്നും ഓർത്തെടുക്കാനും കഴിയുമെന്ന് സ്വാമി പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ശോഭ ആകെ തകർന്നു പോയി. തൻ്റെ മകന്റെ ജീവിതം ഇതോടെ ഇല്ലാതാവുകയാണോ എന്ന വേദനയായിരുന്നു ശോഭയുടെ മനസ്സിലാകെ. അപ്പോഴും അവന്തിക ആകെ ടെൻഷനോടെ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന ആശങ്കയിൽ അവന്തിക പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്തങ്ങനെ നിൽക്കുമ്പോൾ അർച്ചനയുടെ ഇപ്പോഴത്തെ രോഗാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഗൂഗിൾ സ്വാമിജിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എല്ലാം മനസ്സിലാക്കിയ സ്വാമിജി അർച്ചനയുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഉടനെ തന്നെ ഇതിന് പരിഹാരം പരിഹാര മാർഗങ്ങൾ ഉടനെ തന്നെ ഉണ്ടാകുമെന്നും ഓർമ്മകൾ ഉടനെ തന്നെ മടങ്ങിയെത്തുമെന്നും നഷ്ടപ്പെട്ട ഓർമ്മകളിലേക്ക് ഉടൻ തന്നെ മടങ്ങി പോകാൻ കഴിയുമെന്നും സ്വാമി ഉറപ്പ് നൽകിയതോടെ നാളെ അതിരാവിലെ തന്നെ നമുക്ക് ചികിത്സ ആരംഭിക്കാമെന്ന് വാക്ക് നൽകുന്നു. അങ്ങനെ അല്പനേരത്തെ ധ്യാനത്തോടെ ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആരംഭ നടപടികൾ ആരംഭിച്ചു. അപ്പോഴാണ് ആതിരയ്ക്കരികിലേക്ക് സച്ചി എത്തിയത്. ആതിരാകെ വിഷമത്തോടെ ടേബിളിലേക്ക് തലച്ചായ്ച്ച് കിടക്കുന്ന കാഴ്ച കണ്ടതോടെ ആതിരയോട് സച്ചി ചോദിച്ചു, എന്തിനാ ആതിര നീ എല്ലാവരോടും ഇങ്ങനെ വിരോധം കാണിക്കുന്നത്? ഇവിടെയുള്ളവർ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങനെ അവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? അത് കേട്ട ആതിര പറഞ്ഞു, ശശിയേട്ടാ എനിക്ക് ഒന്നും പറയാനില്ല, എനിക്ക് വിശപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്തത് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ആതിരയോട് സച്ചി പറഞ്ഞു, എനിക്കൊരു കാര്യേ ആതിര നിന്നോട് പറയുവാനുള്ളൂ. സന്ദീപ് എന്റെ അനുജനാണ്. അവന്റെ ഭാര്യ എന്നതിനേക്കാൾ മുൻപേ തന്നെ നിന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. അർച്ചനയെ ഞാൻ വിവാഹം കഴിച്ച നാൾ മുതൽ നീ എൻ്റെ ഭാര്യയുടെ സഹോദരി എന്നല്ല ഞാൻ കണ്ടിട്ടുള്ളത്. നീയും എൻ്റെ കൂടെ പിറപ്പ് തന്നെയായിരുന്നു. ആ ചിന്താഗതിയോടെ തന്നെയാണ് നിന്നെ കണ്ടിട്ടുള്ളതും. ഇപ്പോ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന നിലയ്ക്കല്ല,
നിന്റെ സഹോദരൻ എന്ന നിലയ്ക്കുമല്ല, ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് നിന്നോട് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എടുത്തു ചാടി സന്ദീപിനെതിരെ ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് നീ അയച്ചു. അതിന്റെ പരിണത ഫലം അവൻ അത് സൈൻ ചെയ്ത് മറച്ചയക്കുകയും ചെയ്തു. എന്നാൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവന്തികയിൽ നിന്ന് തിരിഞ്ഞ് നമ്മുടെ അരികിലേക്ക് മടങ്ങി വരണമെങ്കിൽ അവൻ ഇനിയും കുറച്ചു ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. സന്ദീപിനെ പെട്ടെന്നൊന്നും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കരികിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ സന്ദീപിന്റെ ഈ അവസ്ഥയെ ഇല്ലാതാക്കാൻ കുറച്ചുകൂടി കാത്തിരുന്നേ പറ്റൂ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഇത്രയും നാളും ഞാൻ അർച്ചനയ്ക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? അർച്ചനയും മോളെയും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയല്ലേ ഞാൻ ജീവിച്ചത്? അതുപോലെ തന്നെ സച്ചിയും നിന്റെ അരികിലേക്ക് മടങ്ങി വരുമെന്നും നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിച്ചുകൊണ്ട് സന്ദീപ് നിങ്ങൾക്കരികിലേക്ക് തിരിച്ചെത്തുമെന്ന് സച്ചി ആതിരയോട് അറിയിച്ചു. അപ്പോ അങ്ങനെ വരുമ്പോ നിനക്ക് സന്ദീപിനെ തിരികെ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യവതിയായ ആതിരയെ കാണാനല്ലേ അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ മോളുടെ ജീവിതവും ഇല്ലാതാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? മോളെ സ്നേഹിച്ച് കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുത്ത് നീയും ഭക്ഷണം കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോവൂ. സന്ദീപ് തനിക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവേണ്ടത് ആവശ്യമല്ലേ? ആ ഒരു അവസ്ഥയിൽ നീ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക? അതുകൊണ്ട് ഇങ്ങനെ പട്ടിണി കിടന്ന് രോഗങ്ങൾ വരുത്തി വെച്ചാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും വർഷക്കാലം അർച്ചനയും കുഞ്ഞിനെയും കാണാതെ ഞാൻ ജീവിച്ചെങ്കിൽ ആതിര, നിനക്കും സന്ദീപിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് വരെ അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങൾ നടത്താനും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താനും നിനക്ക് സാധിക്കും. നിനക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാനും കഴിയും. അതുകൊണ്ട് അതിനൊക്കെ പ്രധാനമായിട്ട് നമുക്ക് ആരോഗ്യമാണ് ആവശ്യം. അതുകൊണ്ട് ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. എഴുന്നേറ്റ് വാ, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് സച്ചി ആതിരയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ആതിര സച്ചി പറഞ്ഞത് കേട്ട് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ആശ്രമത്തിലിരുന്ന ഗോകുലിന്റെ മനസ്സിൽ അർച്ചന പറഞ്ഞ കാര്യങ്ങളായിരുന്നു. തൻ്റെ ജീവിതത്തിൽ പുകമറ വന്ന് മൂടിക്കിടക്കുന്ന ആ ഓർമ്മകളെ പൊടി തട്ടിയെടുക്കാൻ തന്നെ ഗൂഗിൾ സഹായിക്കണമെന്നുള്ള അർച്ചനയുടെ ആവശ്യം. അർച്ചനയ്ക്ക് ഗൗരിമോളോടുള്ള അറ്റാച്ച്മെന്റ്, ഇതൊക്കെ ഗൂഗിൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി പറഞ്ഞ വാക്കുകളും ഗൂഗിൾ ചിന്തിച്ചു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഓർമ്മകളെ, അയാൾ ആരാണെന്നുള്ള ആ തിരിച്ചറിവിനെ ഇല്ലാതാക്കി കളഞ്ഞാൽ, അതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. എന്നാൽ ആ തിരിച്ചുപോക്ക് അവർക്ക് നൽകേണ്ടത് നമ്മളുടെ നന്മ നിറഞ്ഞ നമ്മളുടെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഗോകുലിന് ഉപദേശം നൽകിയ ശിവയോഗിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് ഗോകുൽ ഇരിക്കുമ്പോൾ ശിവയോഗി ഈ കാഴ്ച കണ്ടുകൊണ്ട് ഗോകുലിന്റെ അരികിലേക്ക് എത്തി. ഗോകുലാകെ വിഷമിച്ചിരിക്കുന്ന കണ്ട് അരികിലേക്ക് വന്ന ശിവയോഗി പറഞ്ഞു, എന്തു പറ്റി? ഈ ചികിത്സയെക്കുറിച്ച് ഓർത്തിട്ടാണോ ആദി എന്ന് ചോദിച്ചപ്പോ ഗൂഗിൾ പറഞ്ഞു, അതല്ല സ്വാമി, എൻ്റെ മനസ്സിൽ മറ്റു ചില ആശങ്കകളുണ്ട് എന്നറിയിച്ചു. ഉടനെ സ്വാമി പറഞ്ഞു, ഒന്നും ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല. ഈ ട്രീറ്റ്മെന്റ് കൃത്യമായ ഫലം കാണുക തന്നെ ചെയ്യും. മറിഞ്ഞു കിടക്കുന്ന ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാനും കഴിയും. ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ സ്വാർത്ഥത നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഒരാളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ നിമിഷം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാട്ടിൽ ഒരു കിളി ചിറകൊടിഞ്ഞ് നമ്മുടെ കൺമുന്നിൽ വന്ന് വീണാൽ നമ്മൾ എന്താ ഇതിനെ ചെയ്യുക? ആദ്യം ആ പക്ഷിയെ എടുത്ത് പരിചരിച്ച് അതിന്റെ ജീവൻ തിരിച്ചു നൽകും. അതിനെ വീണ്ടും ചിറക് വീശി പറക്കാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിക്കും. അങ്ങനെ ആ പ്രാപ്തി നേടിക്കഴിഞ്ഞാൽ അത് ചിറക് വീശി പറന്നു പോവുകയാണെങ്കിൽ അത് പോട്ടെ എന്ന് വയ്ക്കുക. എന്നാൽ ചിറക് വീശി പറക്കാതെ തിരിച്ച് തന്നിലേക്ക് തന്നെ തിരിച്ചു വരുവാണെങ്കിൽ അത് നമ്മളുടെ വിധിയെന്നും അല്ലെങ്കിൽ നമ്മളുടെ ഭാഗ്യമെന്നും കരുതുക. അതാണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ഇല്ലാതാകാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. സ്നേഹം എന്ന് പറയുന്നത് നേടിയെടുക്കൽ മാത്രമല്ല, വിട്ടുകൊടുക്കലുമാണ് എന്ന് ഗോകുലിനെ സ്വാമി ഉപദേശിക്കുമ്പോൾ അതെല്ലാം കേട്ട ഗോകുലിന്റെ മനസ്സ് അർച്ചനയെ വിട്ടുകൊടുക്കുന്നത് ശരിയാണെങ്കിൽ പോലും തൻ്റെ കുഞ്ഞിന് അമ്മയില്ലാതാകുമല്ലോ എന്നും അവൾക്ക് അത് സഹിക്കാനാകുമോ എന്നുള്ള വേദന ഗോകുലിന്റെ മനസ്സിനെ അലട്ടിയിരുന്നു. അതിനുശേഷം സച്ചിയും ആതിരയും കൂടി ആ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. വഴിനീളെ ആശ്രമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു ആരതി പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുത്തെ ശിവയോഗിയുടെ ചികിത്സ രീതികളെക്കുറിച്ചും ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ, അവിടുത്തെ ചിത്ര പൗർണമി പൂജയുടെ ചിത്ര പൗർണമി ആഘോഷത്തിന്റെ ഉത്സവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ എന്നും
അവിടെ 7 ദിവസം ഈ ചിത്ര പൗർണമി ആഘോഷം ആരംഭിച്ച് 7 ദിവസം ശിവപാർവതി സാന്നിധ്യം ആ ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ ചെന്ന് നമ്മൾ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തീർച്ചയായിട്ടും സാധിച്ചു തരുമെന്ന് തന്നെയാണ് സങ്കല്പവും ഐതിഹ്യവും. അതുകൊണ്ട് സച്ചി തീർച്ചയായിട്ടും അവിടെ ചെന്ന് അർച്ചനയും കുഞ്ഞിനെയും തനിക്ക് തിരികെ നൽകണമെന്ന് പ്രാർത്ഥിച്ചാൽ അവരെ തീർച്ചയായിട്ടും ഭഗവാൻ തിരിച്ചു നൽകുമെന്ന് പറഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു, ശരിയാണോ? എൻ്റെ അർച്ചനയും മോളെയും എനിക്ക് കാണാൻ കഴിയുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കും, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് സച്ചി ഉറപ്പ് പറയുന്നു. അങ്ങനെ സച്ചിയും ആരതിയും കൂടെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകുന്നതും ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ആരതി എപ്പോഴേക്കും പറഞ്ഞു, ഇവിടെ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ശിവപാർവതി സാന്നിധ്യമാണ്. അതും മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന ഏത് നന്മ നിറഞ്ഞ മനസ്സുകൾക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് ആ സാന്നിധ്യം അവിടെ നിലകൊള്ളുന്നത് എന്നറിയിച്ചു. അതുകൊണ്ട് ശിവയോഗിക്ക് ധന്വന്തരി മൂർത്തിയിൽ നിന്ന് ഇത്തരം സിദ്ധ ഔഷധങ്ങൾ ലഭിച്ചത്, സിദ്ധ ഔഷധ കൂട്ടുകൾ ഗ്രഹിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തതും അദ്ദേഹത്തിന് ഈ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള അറിവ് ലഭിച്ചതുമൊക്കെ ഈ ചിത്ര പൗർണമി ദിവസമാണ് എന്ന് ആരതി അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശശി പറഞ്ഞു, കൊള്ളാം, കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ അർച്ചനയും കുഞ്ഞിനെയും കണ്ടെത്തിയിട്ടേ മറ്റെന്ത് കാര്യവുമുള്ളൂ എന്ന് ശശി ഉറപ്പിക്കുമ്പോഴാണ് അവിടെ ഗൗരിമോള് സ്കൂളിൽ പോകാനായി റെഡിയാകാതെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നത് കണ്ട് ശിശിര അരികിലേക്ക് ചെന്നു. അല്ല, ഗൗരിമോൾ എന്താ റെഡിയാവാത്തത്? ഇന്ന് സ്കൂളിൽ പോകണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും മോള് മുഖം വീർപ്പിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ യൂണിഫോം ഒക്കെ എടുത്തിട്ട് സ്കൂളിൽ പോകാൻ റെഡിയായിക്കേ എന്ന് ശിശിര വളരെ സ്നേഹത്തോടെ പറയുമ്പോൾ ഗൗരി പറഞ്ഞു, ഞാൻ പോവില്ല, അമ്മ വരാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഒടുവിൽ ശിശിരയ്ക്ക് ദേഷ്യം വന്നു. മര്യാദയ്ക്ക് ഈ യൂണിഫോം ഒക്കെ എടുത്തിട്ടിട്ട് വേഗം സ്കൂളിൽ പോകാൻ നോക്കിക്കൂ, ഇപ്പോൾ സ്കൂൾ ബസ്സിങ് വരും, എന്നിട്ടും അതിന് തയ്യാറായില്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം എന്താണെന്ന് നീ അറിയും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശിശിര അവിടെ നിന്ന് പോകുമ്പോൾ ഗൗരിമോള് ആകെ നിരാശയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ തന്നെ അർച്ചനയ്ക്ക് ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടി അവിടുത്തെ പൂജാമുറിയിലേക്ക് അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടേക്ക് അർച്ചന കയറുമ്പോൾ കൂടെ ശോഭയും ഒപ്പം ഗോകുലും കൂടി ആ ചികിത്സാ മുറിയിലേക്ക് കയറി. ഈ സമയത്താണ് സച്ചിയും ആരതിയും കൂടി ആശ്രമത്തിലേക്ക് എത്തിയത്. ആരതിയെ കണ്ട് എല്ലാവരും കുശലാന്വേഷണം നടത്തുമ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൽ വിഗ്രഹാരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അർച്ചന നടത്തുകയും ആരതി ഒഴിയുകയും ചെയ്തുകൊണ്ടിരുന്ന സ്വാമിജിക്ക് അരികിലേക്കാണ് ആ സമയത്ത് ആരതിയും സച്ചിയും കൂടി എത്തിയത്. അവർ ഇരുവരും അവിടേക്ക് വന്നു നിന്നത് കണ്ട് സച്ചി ആരതി ഒഴിഞ്ഞതിന് ശേഷം ആ ഹൗസുമായി നേരെ അവർക്ക് മുന്നിലേക്ക് ചെല്ലുമ്പോൾ അർച്ചനയുടെ ഓർമ്മകൾ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി ആ ആശ്രമത്തിൽ അവന്തികയുടെ നിർദ്ദേശപ്രകാരം അവിടെ അതിക്രമിച്ച് കയറിക്കൂടിയ ഒരു ഗുണ്ട അവിടെ വന്ന സച്ചിയെയും ആരതിയെയും കണ്ട് ഭയപ്പെട്ടു. അവര് തന്നെ തിരിച്ചറിയുമോ എന്നൊരാശങ്ക മനസ്സിലുള്ളത് കൊണ്ട് തന്നെ വെപ്രാളപ്പെട്ട് അവരുടെ നോട്ടം തന്നിലേക്ക് വരാതിരിക്കാനായി അവിടെ തിങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് അയാൾ മറയുന്നു. അപ്പോഴേക്കും ആരതിയെല്ലാം കഴിഞ്ഞ് പിന്തിരിഞ്ഞു നോക്കിയ ശിവയോഗി മുന്നിൽ നിൽക്കുന്ന ആരതി വർമ്മയെയും സച്ചിയെയും കാണുന്നു. രണ്ടുപേരെയും കണ്ട് സന്തോഷപൂർവ്വം വിവരങ്ങൾ അന്വേഷിച്ച് സ്വാമിജി അവരുടെ അന്നത്തെ യാത്രയെക്കുറിച്ചും അവിടേക്കുള്ള വരവിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ചികിത്സാ രീതികളെക്കുറിച്ചും അദ്ദേഹം വിശദമായി പറയുന്നു. അതിനുശേഷം അർച്ചനയെ ആ ചികിത്സാ മുറിയിലേക്ക് മാറ്റി. ഈ സമയത്ത് അവിടുത്തെ ക്ഷേത്രത്തിൽ തൊഴാനായി സച്ചിയും ആരതിയും ചെല്ലുന്നു. അവിടെ തൊഴുകൈകളോടെ സങ്കടത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു നിൽക്കുന്ന സച്ചി അങ്ങനെ മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ അർച്ചനയെയും മോളെയും തനിക്ക് തിരികെ നൽകണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അവിടെ നിന്ന് ആരതി പ്രാർത്ഥിച്ചത്, ഇനി സച്ചിക്ക് അർച്ചനയെയും മോളെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സച്ചിയെ എനിക്ക് തരണേ ഭഗവാനെ. അത്രത്തോളം ഞാൻ ഈ സച്ചിയെ സ്നേഹിക്കുന്നുണ്ടെന്നും അത്രത്തോളം ഞാൻ ഇയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും ആ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് വേദനയോടെ സച്ചിയെ നോക്കുകയാണ് ആരതി. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആരതി സച്ചിയുടെ നെറ്റിയിൽ ചന്ദനം അണിയിച്ചു കൊടുക്കുമ്പോൾ ചികിത്സയ്ക്ക് ശേഷം ആ റൂമിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കണ്ട് അങ്ങനെ നോക്കിയിരിക്കുന്ന അർച്ചനയുടെ കണ്ണിൽ ആ ഒരു കാഴ്ചയും ഉടക്കുന്നു.